കണ്ണൂരും ഒരു മലയാളി മരിച്ച കൂട്ടത്തിൽ ഒരു മലയാളിയുണ്ട്. വിശ്വാസ് കൃഷ്ണനാണ് കണ്ണൂരിൽ അന്തരിച്ചത്. അവിടെ സ്റ്റെഫിനുണ്ട്, ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, എപ്പോഴാണ് വിശ്വാസ് കൃഷ്ണന്റെ മരണം സ്ഥിരീകരിച്ചത്? കുടുംബാംഗങ്ങളൊക്കെ അതിന്റെ ഞെട്ടലിലാണോ? അവരൊക്കെ അറിഞ്ഞോ ഈ സംഭവം? അവരെയൊക്കെ അറിയിച്ചോ ഏറ്റവും അടുത്ത ബന്ധുക്കളെ? ഈ ഔദ്യോഗികമായി അല്ല, പക്ഷേ ഈ സുഹൃത്തുക്കൾ മുഖാന്തരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരം ഈ കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിലധികമായി വിശ്വാസ് കൃഷ്ണൻ ഈ കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ധർമ്മടം കൊറോണേഷൻ സ്കൂളിന് സമീപത്തായാണ് താമസിക്കുന്നത്. ഭാര്യയും ഏതാണ്ട് 3 വയസ്സ് പ്രായമുള്ള മകനുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വർഷം ആയി അവിടെ ഈ കുവൈറ്റിൽ ജോലി ചെയ്തു വരുന്നു. ഈ പറയുന്ന സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും ഈ പറയുന്ന വിശ്വാസ് കൃഷ്ണൻ ഓൺലൈൻ വാട്സാപ്പിലൊക്കെ ഓൺലൈൻ ഉണ്ടായിരുന്നു. പിന്നീട് വിളിച്ചിട്ടും വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. പിന്നീട് അന്വേഷണം, കുടുംബാംഗങ്ങളടക്കമുള്ളവർ അന്വേഷണം നടത്തി. പിന്നീടാണ് ഈ സുഹൃത്തുക്കൾ മുഖാന്തരം ഇങ്ങനെയൊരു വിവരം ഈ കുടുംബത്തെ അറിയിക്കുന്നത്. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെ ഔദ്യോഗികമായ വിവരം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ സുഹൃത്തുക്കൾ മുഖാന്തരം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിശ്വാസ് കൃഷ്ണൻ വാട്സപ്പിലടക്കം ഓൺലൈനായി ഉണ്ടായിരുന്നു ഒരു സമയത്ത്. പിന്നീട് ഏറെ സമയത്തും വിളിച്ചിട്ടും മറ്റും ലഭിച്ചില്ല. അങ്ങനെയാണ് കുടുംബാംഗങ്ങൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത്. ഏതായാലും അങ്ങനെയാണ് ഇപ്പോൾ ഈ വിവരം ഈ കുടുംബത്തിന് ലഭിക്കുന്നത്. ഈ വിശ്വാസ് കൃഷ്ണന്റെ ഭാര്യ അടക്കമുള്ളവരെ ഏതായാലും ഇക്കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടില്ല എന്നതാണ് കുടുംബാംഗങ്ങൾ അറിയിക്കുന്നത്. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ സ്വദേശിയായ വിശ്വാസ് കൃഷ്ണനാണ് മരിച്ച ഒരാളെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുരേഷ് വെള്ളിമുറ്റവും 11-ാമനായി ഈ പേര് തന്നെയാണ് പറയുന്നത്. അവിടെ നിന്ന് ലഭിച്ച സ്ഥിരീകരണമാണത്. ഏതായാലും സുഹൃത്തുക്കളാണ് ഇക്കാര്യം നാട്ടിൽ അറിയിച്ചത് എന്ന് പറയുന്നു.